അപ്പൊ നമ്മളിന്ന് കങ്കുവ റേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ പടം ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. കാരണം ഞാനും പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് പടം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഥ നാം പറഞ്ഞു തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഒറിജിനൽ കങ്കുവയിൽ കാണിക്കുന്ന പോലെ ഇതിന് രണ്ട് സൂര്യമൊന്നുമില്ല, ഒരേ ഒരു സൂര്യമേ ഉള്ളൂ, കങ്കുവ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കഥ തുടങ്ങുന്നത് കങ്കുവനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളി കങ്കാ ട്രൈബ് എന്ന് പറയുന്ന ട്രൈബിന്റെ ലീഡറാണ്. യേശുക്രിസ്തുവൊക്കെ ജനിക്കണേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണിത്. അപ്പൊ ആ ടൈമിൽ ഒരു കഥയാണിത്. കങ്കുവ എന്ന് പറയുന്ന ആള് നമ്മുടെ സ്റ്റോറിയുടെയും അതുപോലെ തന്നെ ആ നാടിന്റെയും വലിയൊരു ഹീറോ ആണ്. അതുപോലെ തന്നെ കങ്കുവ തന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും. ഇപ്പൊ കങ്കാ ട്രൈബിലിന് വേറൊരു റൈവൽ ട്രൈബ് കൂടി ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ സ്വാഭാവികമായിട്ട് മണ്ണിന് വേണ്ടിയും പെണ്ണിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലാഷുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. അതുപോലത്തെ ഒരു ക്ലാഷിന്റെ ഇടയിലാണ് കങ്കുവയുടെ അച്ഛൻ മരിച്ചതും കങ്കുവ ഇപ്പൊ ക്ലാൻ ലീഡർ ആയതും. ഇവര് തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കങ്കാ ട്രൈബ് ഉള്ളത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. കാരണം അവർക്ക് എപ്പോഴും മഴ കിട്ടും, പോരാത്തതിന് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സോയിലാണ് അവർ ആ ജീവിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ ജീവിക്കാൻ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് അവരിയ്ക്കുന്നത്. അവരുടെ റൈവൽ ആയിട്ടുള്ള ട്രൈബില്ലേ, കാത്തവരായ ട്രൈബ്, അവരുള്ളത് വളരെ മോശം സ്ഥലത്താണ്. ലിറ്ററലി ഒരു മരുഭൂമി പോലെയാണ് ആ സ്ഥലം മൊത്തം. അവർക്ക് ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല ജീവിക്കാൻ. ഈ കുരുപ്പ് പോലും മുളക്കില്ല എന്ന് കേട്ടില്ലേ, അതുപോലെയാണ് അവിടുത്തെ കൃഷിയുടെ കാര്യം. അങ്ങനെ അവിടെ കൃഷിയൊന്നും നടക്കില്ല. പോരാത്തതിന് അവിടെ കല്യാണം കഴിക്കാനായിട്ട് അത്യാവശ്യം സ്ത്രീകൾ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊയ്ത്ത് കാലം വരുന്നത്. കങ്കുവ ട്രൈബിന് അന്ന് നല്ല വിളവ് കിട്ടി, പോലത്തേനൊന്ന് മഴയും പെയ്തു. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി. ആ ഒരു സന്തോഷത്തിൽ ഇവരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആ ട്രൈബിലുള്ള പലരും അന്നേ ദിവസം പരസ്പരം കല്യാണം വരെ കഴിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കങ്കുവയുടെ പേഴ്സണൽ ലൈഫിൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. കങ്കുവയുടെ ഭാര്യയ്ക്ക് വിശേഷമായി. ആദ്യമായിട്ട് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. അപ്പോൾ തൊട്ടിപ്പുറത്താണെങ്കിൽ അവരുടെ റൈവൽ ട്രൈബ് ആയിട്ടുള്ള ആ ഒരു കാത്തവരായ ട്രൈബിന് വളരെ മോശം അവസ്ഥയാണ്. അവിടെ ഒരു ചെടി പോലും മുളച്ചിട്ടുള്ളതെന്ന് മഴയുണ്ടായിട്ട് വർഷങ്ങളായി. ആൾക്കാരൊക്കെ പട്ടിണിയിലാണ്. പോരാത്തതിന് അവർക്ക് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ഈ ട്രൈബ് മുമ്പോട്ട് പോകുള്ളോ, ഇനിയും പ്രൊഡ്യൂസ് ആയിട്ട് വരണല്ലോ ആൾക്കാർ. ഇതിനൊക്കെ വേണ്ടി അതിനും മാത്രം അവരുടെ കയ്യിൽ സ്ത്രീകളും ഇല്ല. അപ്പൊ ഇവരുടെ ട്രൈബൽ ലീഡറാണ് കാഗൻ. പുള്ളിക്ക് ഇനി വേറൊരു വഴിയില്ല, ജനങ്ങളുടെ സങ്കടം നോക്കി നിൽക്കാനും പറ്റില്ല. ഇനി നമ്മുടെ ആ കങ്കാ ട്രൈബിന്റെ ആ ഒരു ഗ്രാമത്തിനെ ആക്രമിച്ച് അവർക്ക് വേണ്ടതൊക്കെ എടുത്തുകൊണ്ട് വരെ ഒരേ ഒരു വഴിയുള്ളൂ. അന്ന് തന്നെ കാഗനും പുള്ളിയുടെ ട്രൈബും തമ്മിൽ എല്ലാം സെറ്റ് ചെയ്ത് ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. തൊട്ടപ്പുറത്ത് കങ്കുവ ട്രൈബ് വളരെ സന്തോഷത്തിലാണ്. അവർ പരസ്പരം നല്ല സന്തോഷിച്ച് ഡാൻസ് കളിക്കാണല്ലോ. പക്ഷെ കങ്കുവ അപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആണ്. ഏത് സമയം ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പുള്ളിക്കറിയാം. പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഡാൻസ് നമ്പറിനിടയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ കങ്കുവ പ്രിപ്പയർഡ് ആയിരുന്നു, എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. ഈ ഡാൻസ് കളിക്കാനൊന്നും നോക്കണ്ട, അവരുടെ ആ ട്രൈബ് മൊത്തം ഇതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഒരു പൊടി പാർന്ന യുദ്ധമാണ് നടക്കുന്നത്. അങ്ങനെ കുറെ നേരം യുദ്ധം കഴിഞ്ഞതിന് ശേഷം കങ്കുവയും ട്രൈബും ആ യുദ്ധം ജയിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി അവർക്കൊന്നും നോക്കാനില്ലല്ലോ. ശരിക്കും പേടിയില്ലാതെ എല്ലാവരും ആകർഷിക്കാൻ തുടങ്ങി, കങ്കുവയും ഒപ്പം കൂടി. പക്ഷേ അവരറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കാഗനും ട്രൈബും ഇപ്പോഴും അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ള അത് വേറെ ഏതോ ആൾക്കാരായിരുന്നു. ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ കണ്ട് കാഗനും ട്രൈബും കുറച്ചങ്ങോട്ട് മാറി കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരാരായിരിക്കും? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. കങ്കുവയും കങ്കാ ട്രൈബും ഒക്കെ അവർ കിടന്നുറങ്ങുകയാണ്. ഇപ്പോഴാണ് കാഗന്റെയും ട്രൈബിന്റെ വക ഒറിജിനൽ അറ്റാക്ക് നടക്കുന്നത്. കങ്കുവയും കങ്കാ ട്രൈബും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പോരാത്തതിന് ഓൾറെഡി ഒരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണല്ലോ അവര്. അങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കുന്നു. കങ്കുവയും പുള്ളിയുടെ ട്രൈബും ആ യുദ്ധത്തിൽ തോറ്റു. കാഗനും ട്രൈബും ലിറ്ററലി അവരുടെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകും. ശേഖരിച്ചു വെച്ച ഭക്ഷണം തൊട്ട് അവരുടെ പെണ്ണുങ്ങൾ അവരെ എടുത്തുകൊണ്ട് പോകും. അത് മാത്രമല്ല കങ്കാ ട്രൈബുള്ള ആ സ്ഥലം അവർ തീയിടുകയും ചെയ്യും. എന്തിന്? കങ്കുവയുടെ ഭാര്യനെ വരെ കാഗൻ കൺമുന്നിൽ നിന്ന് എടുത്തോണ്ട് പോകും. കങ്കുവ വിടുവോ? പുള്ളിയുടെ കുതിര എടുത്തുകൊണ്ട് അവരുടെ പിറകെ പായും, പിറകെ ഇങ്ങോട്ട് വെച്ച് പിടിക്കും. പക്ഷെ അത് കാഗൻ സെറ്റ് ചെയ്തൊരു ട്രാപ്പായിരുന്നു. വഴിയിൽ കാഗന്റെ ട്രൈബിലുള്ള കുറച്ച് പേര് മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആൾക്കാർ കങ്കുവേനെയും കുതിരേനെയും കുടുക്കി. അവർ രണ്ടുപേരെ മരക്കൊമ്പ് വെച്ച് അടിച്ചിട്ട് മറച്ചിട്ടു. കങ്കുവ പുറം പൊത്തി നിലത്തടിച്ച് വീണു. കാഗന്റെ ട്രൈബിലുള്ള എല്ലാവരും ചുറ്റും കൂടാൻ തുടങ്ങി. ഇന്ന് പുള്ളീനെ എല്ലാവരും വെട്ടി കഷ്ണങ്ങളാക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാതടപ്പിക്കുന്ന രീതിയിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കി നിൽക്കുമ്പോൾ കുറച്ചടുത്ത് ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. ഈ കാഗന്റെ ട്രൈബിലെ ആൾക്കാർ അതെന്താന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുമ്പോൾ പട്ടപ്പെട്ടാന്നും പറഞ്ഞ് കുറെ ഗൺഷോട്ടും കേൾക്കും. ഇവരെല്ലാവരും കൂടെ ഓൺ ദ സ്പോട്ടിൽ ചത്ത് വീഴുന്നതും കാണും. അപ്പോഴാണ് ബോധം കെട്ട് കിടന്ന കങ്കുവ അതിൽ വാളൊക്കെ എടുത്തിട്ട് ചാടി എഴുന്നേറ്റ് എന്തിനു റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കുമ്പോൾ കങ്കുവയുടെ അതേ മുഖമുള്ള ഒരാളാണ് ആ പോർട്ടലിലൂടെ ഇറങ്ങി വരുന്നത്. ഇത് കണ്ടിട്ട് പുള്ളി അന്താളിച്ചു നിന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് അമ്മ വിട്ട് പണ്ടറിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ക്ലോസപ്പ് ഷോട്ട് വെച്ചിട്ട് കങ്കുവ ആ ബീജും വെച്ചിട്ട് ഇന്റർവെൽ എന്ന് എഴുതി.
സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ഫ്രാൻസിസിന്റെ ക്യാരക്ടറിന്റെ കഥയാണ്. വളരെ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പുള്ളിക്കാരൻ. ന്യൂക്ലിയർ വാറും മനുഷ്യന്മാർ തമ്മിലുള്ള ഇടിയും വഴക്കൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഭൂമി ഏകദേശം ഒരു 100 വർഷത്തിനുള്ള അവസാനിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈമിലാണ് പുള്ളി ജീവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ജനങ്ങൾ, പുള്ളീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി പുള്ളി എന്തും ചെയ്യും. മനുഷ്യൻ ഇനി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ മിനിമം ഒരു 1000 കൊല്ലമെങ്കിലും എനർജി എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണം. നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മുടെ ന്യൂക്ലിയർ ബോംബൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനുള്ള, എന്നാൽ ഒരു 1000 വർഷം എങ്കിലും എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സിനെ വേണം. നമ്മൾ മനുഷ്യന്മാർ മാക്സിമം എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് ഏകദേശം തീരാറായി. ഒരു 100 കൊല്ലത്തിനകം ഇതൊക്കെ തീരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കങ്ക ട്രൈബിനെ പറ്റിയും അവരുടെ മണ്ണിനെ പറ്റിയും പുള്ളി അറിയുന്നത്. കങ്ക ട്രൈബ് ജീവിക്കുന്ന ആ ഒരു മണ്ണിന് അങ്ങനെ ഒരു എനർജി എമിറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്, ഏകദേശം ഒരു 1000 വർഷം. അതങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വരുന്ന ഒരു മീറ്റിയോർ ഹിറ്റ് ചെയ്യുകയും അതേ ടൈമിൽ അവരുടെ അടുത്തുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ആ ഒരു ലാവ വന്ന് ഇവിടെ മിക്സ് ആവുകയും ചെയ്തു. അങ്ങനെ ഫോം ആയ ഒരു സോയിലാണത്. ആ കങ്ക നാട്ടിലെ മണ്ണിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നാച്ചുറലി അവിടെ ഒരു മരുഭൂമിയോ അല്ലെങ്കിൽ ഒട്ടും വാസയോഗ്യം അല്ലാത്തൊരു സ്ഥലമാവേണ്ട സ്ഥലമായിരുന്നു. ഈ സംഭവം ഉണ്ടായതുകൊണ്ടാണ് അവരത്രയും ഫെർട്ടൈൽ ആവാൻ കാരണം ഇവരുടെ മണ്ണ് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി ഫ്രാൻസിസ് അറിയുകയും പാസ്റ്റിലേക്ക് എങ്ങനെയെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടി റിസർച്ചുകൾ തുടങ്ങുകയും ചെയ്തു. ഒരുപാട് വർഷങ്ങളുടെ റിസർച്ചിന് ശേഷം പുള്ളിക്കാരൻ പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടൽ കണ്ടുപിടിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി ആവശ്യത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എനർജി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പോർട്ടലിലൂടെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതും 2 പ്രാവശ്യമേ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത ആളാണ് ഫ്രാൻസിസ്. വന്ന ഉടനെ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ആരെയാണെങ്കിലും കൊന്നു കളഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് അത്യാവശ്യം വലിയ എമൗണ്ട് ഓഫ് മണ്ണ് വേണം പുള്ളിക്ക്, അതെടുത്തോണ്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നു പെട്ടത് കങ്കുവയുടെ ഫ്രണ്ടിലായി. കങ്കുവേനെ കണ്ടപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. കാരണം അതേ മുഖം തന്നെയാണല്ലോ. ചിലപ്പോ ഇവർ ഒരേ ലീനേജിൽ പെട്ട ആളാണെങ്കിലോ പറയാൻ പറ്റില്ല. പുള്ളിയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന അങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് വന്നാലോ കങ്കുവ. അപ്പോ കങ്കുവേനെ ഫ്രാൻസിസ് കൊന്ന ആ പുള്ളി ചിലപ്പോൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. കാരണം പുള്ളി ഇതിന്റെ ഇടയിലൊന്നും നിൽക്കേണ്ട ആളല്ല, പുള്ളിക്ക് ഒരു ലോകം തന്നെ രക്ഷിക്കാനുണ്ട്. അത് മാത്രമാണ്, ഈ ഫ്യൂച്ചറിൽ നിന്ന് വന്നൊരാളാന്ന് പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കോ? പക്ഷെ കങ്കുവാണെങ്കിലോ ഇത് കണ്ടത് പിശാചാന്ന് വിചാരിച്ച് ഇവനെ കൊല്ലാൻ വേണ്ടി വാളം കൊണ്ട് ഓടിക്കുകയാണ്. എവിടെ ഫ്രാൻസിസിന് ഈ കാർഡ് അറിയോ? പോരാത്തതിന് കങ്കുവയുടെ അത്ര ഓടാനോ ചാടാനോ അല്ലെങ്കിൽ ശക്തിയോ പുള്ളിക്കില്ല. പുള്ളി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. പുള്ളി ഓടിച്ചിട്ട് പിടിച്ച് നെഞ്ചത്ത് കത്തി കയറ്റാൻ പോകുമ്പോഴേക്കും ഫ്രാൻസിസ് ഉള്ള കാര്യം പേടിച്ചിട്ട് പറയും. കങ്കു ഒന്ന് സ്റ്റക്കായി നിൽക്കും. ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും കങ്കുവയുടെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ അത്. അപ്പോൾ അവൻ പറയുന്നതിൽ ചിലപ്പോൾ കാര്യം ഉണ്ടെങ്കിലോ തന്നെ ഇവനെ കൊല്ലാനുള്ള റീസൺസ് ഒന്നുമില്ല. കാരണം ഇവൻ പിശാചൊന്നും അല്ലാന്ന് മനസ്സിലായി, ഒരു സാധാരണ മനുഷ്യനാന്ന് മനസ്സിലായി. പോരാത്തതിന് ഫ്രാൻസിസ് കങ്കുവിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവനെ കൂടെ നിർത്താൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇവന്റെ കയ്യിൽ ഗണ്ണുണ്ട്. അതെന്താ ഏതാന്നൊന്നും കങ്കുവിക്ക് അറിയില്ല. പക്ഷെ നിപ്പി തന്നെ ഒന്ന് അനങ്ങ പോലും ചെയ്യാതെ ഒരുപാട് പേരെ അവൻ കുന്നളഞ്ഞല്ലോ. പോരാത്തതിന് കങ്കുവയുടെ കയ്യിൽ ഇപ്പൊ മര്യാദയ്ക്ക് ഒരു ആർമി പോലുമില്ല, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫ്രാൻസിസിനെ കൂടെ നിർത്താണെങ്കിൽ ഇവനെയും കൊണ്ടുപോയി ആ കാക്കനെയും അവന്റെ ട്രൈബിനെ മൊത്തം കൊന്നിട്ട് അവരുടെ എടുത്തുകൊണ്ട് പോയി എല്ലാം തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ കങ്കുവ പുള്ളിയുടെ കഥയും പുള്ളിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താന്നൊക്കെ പറയും. ഫ്രാൻസിസ് അത് കേട്ട് ഏതെങ്കിലുമൊക്കെ ലീലീജിൽ അപ്പൂപ്പൻ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് വരൂല. അപ്പോൾ ഒരു സെന്റിമെന്റ്സ് തോന്നി തുടങ്ങി പുള്ളിയോട്. അങ്ങനെ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ പുള്ളി തീരുമാനിക്കും. ഹെൽപ്പ് ചെയ്താൽ ഇത്ര എമൗണ്ട് ഓഫ് മണ്ണ് പുള്ളിക്ക് തരാമെന്നും പറയും. അത് ധാരാളമാണ് പുള്ളിക്ക്. പോരാത്തതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവരുടെ ഒരു അനുവാദത്തോടു കൂടിയാണല്ലോ മണ്ണ് കിട്ടുന്നത്, അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ പെട്ടെന്ന് കങ്കുവയും ഫ്രാൻസിസും അവരുടെ കയ്യിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ആർമിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാകന്റെ ട്രൈബുള്ള സ്ഥലത്തേക്ക് ഇവർ പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാകന്റെ ട്രൈബ് കങ്കുവേന്റെ ഭാര്യനെ മനുഷ്യബലി നൽകാൻ വേണ്ടി നിർത്തിയേക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വരും. നല്ല സ്ട്രെങ്ത് എടുത്തിട്ട് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്രാൻസിസ് ആണെങ്കിൽ പട്ടപ്പെടാന്നും പറഞ്ഞ് വെടി വെച്ച് എല്ലാതുകളെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ യുദ്ധം തീരും തോന്നും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കാക്കനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കണ പോലെ വലിയൊരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോൾ അതിൽ നിന്ന് വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർമി തന്നെ ഇറങ്ങി വരികയാണ്. നോക്കുമ്പോൾ അവരുടെ ലീഡർ വേറെ ആരുമല്ല, കങ്കുവയുടെ അതേ മുഖമുള്ള വേറൊരാളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് 3 സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ശരിക്കും കങ്കു ആ സമയത്ത് തന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു ഒരു ചേസിന്റെ ഇടയിൽ. പക്ഷെ ഫ്രാൻസിസ് അറിയാണ്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ട് പുള്ളിനെ രക്ഷിച്ചു. അത് ശരിക്കും പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാകന്റെ ട്രൈബായിട്ടുള്ള യുദ്ധം അവർ ജയിച്ചതിന് ശേഷം ഫ്രാൻസിസിനെ കങ്കുവ കൊല്ലാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മണ്ണ് അവർക്ക് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതൊരിക്കലും അവർ കൊടുക്കില്ല. പക്ഷേ ഫ്രാൻസിസിനെ ഒപ്പം വെക്കണമായിരുന്നു. അങ്ങനെ അവൻ്റെ കൈയും കാലൊക്കെ പുല്ലുപോലെ കങ്കുവ വെട്ടിക്കളയും. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുള്ളി രക്ഷപ്പെട്ട് അവസാനം ആ പോർട്ടൽ വഴി പുള്ളി തിരിച്ചെത്തും. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഫ്രാൻസിസിന്റെ ഭൂമിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്.
നേരത്തെ 100 കൊല്ലം കൊണ്ട് ഏകദേശം നശിക്കേണ്ട ഭൂമിയായിരുന്നല്ലോ, ഇപ്പോൾ ഒരു 50 കൊല്ലം കൊണ്ട് നശിക്കുന്നു ഉറപ്പായിട്ടുള്ള ഒരു ഭൂമി മാറി. ഫ്രാൻസിസ് കങ്കുവേനെ നന്നായിട്ട് വിശ്വസിച്ചിരുന്നു. കങ്കുവയാണെങ്കിൽ പുള്ളിയെ ചതിക്കുകയും ചെയ്തല്ലോ. കങ്കുവയുടെ ഒരു തരി മണ്ണ് പോലും അവിടെ ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല. പോരാത്തതിന് ആരെ കൊന്നിട്ടാണെങ്കിലും ഭൂമിയെ രക്ഷിച്ചേ പറ്റും. അങ്ങനെ ആ ഒരു പോർട്ടൽ സെറ്റാക്കാൻ വേണ്ടി പിന്നെയും ഒരുപാട് വർഷങ്ങൾ പുള്ളി അതിൻ്റെ പുറകെ നടന്നു. ആ പുള്ളി സ്വന്തമായിട്ടൊരു ആർമി തന്നെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, വയസ്സാവാറായി ഏകദേശം. അങ്ങനെ ആ ഫ്രാൻസിസിൻ്റെ ഒരു ഫ്യൂച്ചർ വെർഷനാണ് ആ കാകനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആർമി ആയിട്ട് അങ്ങോട്ട് വന്നത്. പക്ഷെ ഒറിജിനൽ ഫ്രാൻസിസിനും കങ്കുവയ്ക്കും ഇതിനെ പറ്റി ഒരു വിവരവുമില്ല. അവരിപ്പോഴും ഒരേ സൈഡിലാണ്. അങ്ങനെ ഇവർ 3 പാർട്ടികളും കൂടി ഒരു കിടില യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കങ്കുവാ ആ ബീജ് വിട്ടിട്ട് പാർട്ട് 2 അനൗൺസ് ചെയ്യും.